ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാക്സ് സോളോ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇന്ന് ശബരിമലയ്ക്ക് പോവാണ്. നമ്മുടെ KSRTCയുടെ പിന്നെ പച്ച വണ്ടി എടുത്തിട്ട്, എനിക്കതിൻ്റെ പേരറിയില്ല. അപ്പം നമ്മളിന്ന് ശബരിമലയ്ക്കാണ് പോണേ. എൻ്റെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടാവും അവിടെ വണ്ടിയിൽ. അപ്പോൾ ഇന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. നമുക്ക് തൊട്ടടുത്താണ്, പക്ഷേ എന്നാൽ കുറച്ച് ദൂരവും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് പോണത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, മറക്കരുത്. നമ്മൾക്ക് ചടി സർക്കാർ വണ്ടി അതാണ് നമ്മുടെ KSRTC. ആരാണിത്? അല്ല, തെങ്ങാണ്. അതെങ്ങനെയാണ് റോഡിൻ്റെ നടക്ക്? വെറൈറ്റി എന്ത് തെങ്ങൊക്കെ റോഡിൻ്റെ നടക്കുന്നു. KSRTC ആയതുകൊണ്ട് ഹമ്പ് കിടന്ന വലിയ കുഴപ്പമൊന്നുമില്ല. പതുക്കെ പോയി സാവധാനം പോയാൽ നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് തലയ്ക്ക് വണ്ടി നമുക്ക് അവിടെ എത്തണം എന്ന് അതാണ് നമ്മുടെ ജോലി. പമ്പയ്ക്ക് പോണ വണ്ടിയാണ് ഗൈസ്. പമ്പ അവിടെ പോണ വണ്ടിയാണ്. നമ്മള് ശബരിമലയ്ക്ക് പോവാ വണ്ടി എടുത്തുണ്ട്. കയറ്റം മുന്നുണ്ട്. കയറ്റത്തിൽ കമ്പോ ഇതെങ്ങനെയാണ്? ആ സ്പീഡിൽ പോയാൽ ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റും. ഈ റോഡ് കാണണ്ട, അതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ റെഡ് കളർ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. സട്ട കുറച്ച് മാറാവോ, മലയ്ക്ക് പോണതാണേ, അതുകൊണ്ടാണ്. എടാ, ഞാൻ ആ വണ്ടിയുടെ പകുതി കയറിപ്പോഴേ പുള്ളി നിർത്തി തന്നതാ. കൊള്ളാലോ. നമ്മൾ മലയ്ക്ക് പോകുന്നോണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇന്ന് കൊണ്ടുപോകുന്നു. ഇവിടെ ഇന്ന് വെള്ളമാണ്. എന്നാണ്ട് പുഴ എന്നാണ്ടാന്ന് തോന്നുന്നു, അറിയത്തില്ല ഗൈസ്. എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി വന്നത്, അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. പിന്നാണ് അതെന്നാണ്ട് ഇളക്കി എന്നാണ്ട് ലാഗ് കയറി വന്നത്. എറർന്നൊക്കെ പറഞ്ഞ് കാണിച്ചായിരുന്നു, ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അതെന്ത് സംഭവമാണെന്ന് എനിക്കറിയില്ല. അത് എങ്ങനെയൊക്കെ കാണിച്ചവർ. ഇവിടെ വണ്ടിക്ക് 6 ലിറ്റർ ഡീസൽ. പെട്രോൾ എങ്ങാനും ഡീസൽ എങ്ങാനും തീർന്ന വഴി കിടക്കുമല്ല. നമുക്ക് വേറെ വണ്ടിയൊക്കെ ഉണ്ട് പെട്രോൾ അടിക്കാൻ. അതുകൊണ്ട് നമ്മൾ ആ വണ്ടി പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഈ വണ്ടി തന്നെ പോകും. അതെ, ഇവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അല്ല, എത്താറായിട്ടില്ല, ഇപ്പൊ എത്തും. ഈ മലയുടെ മേളിലാണ് നമ്മൾ എത്താറായി. ഇവിടെ നിന്ന് പിന്നെ തിരിച്ചു പോയിട്ട് നമുക്ക് വേറെ ഒരു സ്ഥലം വഴി പോകാനുണ്ട്. ഞാൻ അത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് മലയ്ക്ക് പോകണ്ടേ, അതുകൊണ്ട് നമുക്ക് മലയ്ക്ക് പോയിട്ട് അതൊക്കെ നമ്മൾ വന്ന വഴി. ശബരിമലയ്ക്ക് എത്തി നമ്മൾ. ഓക്കേ, നമ്മൾ മലയിലെത്തി. ഓക്കെ, ഇനി വണ്ടി ഒന്ന് കയറ്റി നോക്കട്ടെ. ഇങ്ങോട്ട് നിർത്താം, നമുക്ക് നിർത്തിയിട്ടേ ഇറങ്ങാം. ഇവിടെ നിർത്തിയിട്ടാ. ഓക്കെ, ഇനി നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അല്ല, നോക്കിയിട്ടല്ലേ, ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വരാം. ഇതെന്നാണ് തലയും കുത്തി വെച്ചേക്കുന്ന മലയാളമൊക്കെ? എന്തോട്ടെ, നമുക്ക് ഇതിൻ്റെ അടുത്ത് നോക്കാം. ഇത് എന്താ നമ്മുടെ ഇതിൻ്റെ ഇതുണ്ട്.
കൊള്ളാമല്ലേ മാപ്പ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ മൊത്തം നല്ല രസമുണ്ട്. ഇത് കണ്ടോ നമ്മുടെ വണ്ടി എന്തി അത് കിടക്കുന്ന വഴിക്ക്. നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ വഴി പോവാം. അയ്യോ അവര് ഇറക്കിയില്ല മറ്റേ പുള്ളിക്കാരെ. ഡോർ ഓപ്പൺ. നമ്മളെ ഇറങ്ങിപ്പോച്ചാട്ടാ. എന്നിട്ട് മതി. ഇതെന്താണ് സാധനം? വണ്ടിയുടെ അടിയിൽ തന്നെ സാധനം കിടക്കുന്ന ഗൈസ്. അവരിറങ്ങിപ്പോയാവോ നമുക്കറിയത്തില്ല. കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. അവരങ്ങനെ വണ്ടിയിലേക്ക് കയറി. ഇനി നമുക്ക് വേറെ വഴി പോവാം. ഇതെന്താണ്? 5 ലിറ്റർ ഡീസൽ. എൻ്റെ പൊന്നെ, വണ്ടി വഴിയിൽ വെച്ച് നിന്ന് കൊണ്ടുവന്ന ഭാഗ്യം. പക്ഷെ ഇവിടെ ഇറക്കമായതുകൊണ്ട് വണ്ടി നിന്ന് പോയാലും കുഴപ്പമില്ല, തന്നെ പോയിക്കോളുമല്ലോ. അതാ എൻ്റെ ഒരു ഭാഗ്യം. വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ തിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് പിടിച്ചാലും വണ്ടി തന്നെ കൊണ്ടുപോകുമല്ലോ, എന്ന് വെച്ചാൽ ഇറക്കമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ചിലവർക്ക് കയറ്റമൊക്കെ ഉണ്ടായിരിക്കും, അറിയില്ല, നമ്മൾ വന്നപ്പോഴും നോക്കിയില്ല. ഇവിടെ ചെറുക്ക എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും കേട്ടോ നിനക്ക് കേട്ടോ. മലക്ക് വിട്ടു കഴിഞ്ഞ വണ്ടീനെ വന്നിരിക്കുന്നു. നമുക്ക് പോകാം ഗൈസ്, സ്ട്രൈറ്റ് പോകാം, സ്ട്രൈറ്റ്. പോലീസൊക്കെ വന്നിട്ട്, പോലീസ് അവിടെ വഴി നിയന്ത്രിക്കാൻ വന്നാണോ ബ്ലോക്ക് ആക്കാൻ വന്ന? ഇടോ വണ്ടി താഴെ പോകോ. ഇടോ അവിടെ മാറിക്കട ബസ്സുകാരോ, ഞങ്ങളെ കൊല്ലാൻ വന്നാണ്. ഇവിടെ വേറെ ആളുണ്ടായിരുന്നു, തള്ളിയിടണം, അല്ലാണ്ട് പിന്നെ ഞാൻ താഴെ പോകണം. നമ്മുടെ ഇട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ വണ്ടി ഇടിച്ച് കേട്ടോ ഗൈസ്, ആ വണ്ടി തട്ടിപ്പോ. പക്ഷെ അത് മാത്രം എനിക്ക് പറ്റിയില്ല. നമുക്ക് ഇവിടെ തിരിച്ചെത്തിയിട്ട് വീഡിയോ അതിൻ്റെ പീട്ട് വേറെ പണി നോക്കുന്നുണ്ട്. എനിക്കിന്നൊരു സ്ഥലം വരെ പോകണം ഗൈസ്, അതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്ഥലം എത്തിയിട്ട് നമുക്ക് വീഡിയോ പെയിൻറ്റപ്പ് ചെയ്യാം. നമ്മൾ എത്താറായി ഗൈസ്. ഇല്ലേ, അയ്യോ എത്താറായില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു എത്താറായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം പെട്ടെന്ന്. ഇപ്പൊ താഴെ പോയാണ് ഗൈസ് നമ്മുടെ വണ്ടി. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്, അല്ലാണ്ട് ഞാൻ ലോങ് വീഡിയോ ഇന്ന് ആയിരിക്കും, പക്ഷെ ഇത് ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ എടാ നീ ലൂർക്കാൻ പിന്നെയും വന്നേക്കുന്നു, നമ്മൾ ഇടിച്ചു കൊല്ലാൻ വേണ്ടി. പിന്നെ കേട്ടവനെ അവൻ ഇങ്ങോട്ട് വന്ന് ഇടിച്ചാണ് ഗൈസ് KSRTC-നെ കണ്ടോ. ഇവിടെ ഇടിച്ചിട്ട് അവിടെ നല്ല പണി കിട്ടി ഗൈസ് മുൻപാത്തിന്. എൻ്റെ വണ്ടി പോയേ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് റിപ്പയർ ചെയ്യാം. 2 ലിറ്റർ പെട്രോളോ ദൈവമേ. നമ്മൾ KSRTC കാട്ടിൻ്റെ അകത്തൂടെ ഓടിച്ചോണ്ട് പോണേ. നമ്മളെ വണ്ടി അവിടെ വെച്ച് മറിഞ്ഞു, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ സ്ഥലം എത്തി. കാണിച്ചു തരാം. ഒരു സെക്കൻഡ് കാണിച്ചു തരാവേ. നമ്മുടെ സ്ഥലം എത്തി. ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പിങ് നടത്തണ്ടേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ശരി, എന്നാ ബൈ.